മണൽക്കാടിന്റെ മണം. 20 വർഷത്തെ പ്രവാസത്തിനൊടുവിൽ റിയാസ് കൊച്ചിയിൽ വിമാനമിറങ്ങിയപ്പോൾ ഇടവപ്പാതിയിലെ മണ്ണിന്റെ മണത്തേക്കാൾ ഉള്ളിൽ നിറയുന്നത് ഭയത്തിന്റെ വരണ്ട മണൽക്കാറ്റായിരുന്നു. ഇനി എന്ത് എന്ന ചോദ്യം ഒരു ഭാരം പോലെ നെഞ്ചിൽ കനത്തു. ആദ്യത്തെ ആഴ്ചകളിലെ സ്നേഹപ്രകടനങ്ങൾ അവസാനിച്ചപ്പോൾ ചോദ്യങ്ങളുടെയെല്ലാം ദിശ ഒന്നായിരുന്നു. എന്താ റിയാസെ ഇനി പ്ലാൻ? ഗൾഫിലെ 2 പതിറ്റാണ്ടിന്റെ അനുഭവപരിചയത്തിന് നാട്ടിലെ കമ്പനികൾ കടലാസിന്റെ വില പോലും നൽകിയില്ല, ഇവിടുത്തെ മാർക്കറ്റ് അറിയില്ലല്ലോ എന്ന ചെറുപ്പക്കാരായ മാനേജർമാരുടെ മറുപടിയിൽ അവന്റെ ആത്മവിശ്വാസം തകർന്നു. അതിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു അയൽക്കാരുടെയും കൂട്ടുകാരുടെയും ചോദ്യങ്ങൾക്ക്. നാട്ടിലിപ്പോ എന്തുണ്ട് ചെയ്യാൻ? ആ ചോദ്യം ഓരോ തവണ കേൾക്കുമ്പോഴും അവൻ കൂടുതൽ നിസ്സഹായനായി. ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ താനൊരു പരാജിതനാണെന്ന തോന്നൽ അവനെ വരിഞ്ഞു മുറുക്കി. ഉറക്കമില്ലാത്ത രാത്രികളിൽ എസിയുടെ തണുപ്പിലും അവൻ മരുഭൂമിയിലെ ചൂടെറിഞ്ഞു. ജീവിതം വഴിമുട്ടിയെന്ന തോന്നലിൽ ഒരു നാടൻ ചായക്കടയിലിരിക്കുമ്പോഴാണ് ആ വാക്കുകൾ അവന്റെ കാതിൽ പതിച്ചത്. വിഷമില്ലാത്ത ഒരു പച്ചക്കറി കിട്ടാനില്ല, ഇതൊക്കെ കൃഷി ചെയ്യാൻ ഇപ്പോ ആർക്കാ നേരം? അതൊരു വെളിപാടായിരുന്നു. റിയാസിന്റെ മനസ്സിൽ ഒരു പുതിയ വഴി തെളിഞ്ഞു. പിറ്റേന്ന് അവൻ വീടിൻ പിന്നിലെ കാടുകയറിക്കിടന്ന 30 സെന്റ് പറമ്പിലേക്ക് ഒരു മൺവെട്ടിയുമായി ഇറങ്ങി. ഗൾഫുകാരന്റെ പുതിയ ഭ്രാന്തെന്ന് പലരും അടക്കം പറഞ്ഞു. പക്ഷേ റിയാസ് അതൊന്നും കേട്ടില്ല. ഓരോ കിളയിലും അവന്റെ നിരാശ മണ്ണിൽ അലിഞ്ഞു. അവന്റെ വിയർപ്പിൽ ആ മണ്ണ് ജീവൻ വെച്ചു. മാസങ്ങൾക്കുശേഷം തന്റെ കൃഷിയിടത്തിലെ പച്ചക്കറികൾ വീടിൻ മുന്നിലൊരു മേശയിൽ നിരത്തിവെച്ച് റിയാസ് കാത്തിരുന്നു. ആളുകൾ വന്നു തുടങ്ങി. അപ്പോഴാണ് അയൽക്കാരൻ സതീശൻ അതുവഴി വന്നത്. പച്ചക്കറികളിൽ അത്ഭുതത്തോടെ നോക്കി ബഹുമാനം നിറഞ്ഞ ഒരു ചിരിയോടെ അവൻ ചോദിച്ചു, അപ്പോ ഇതാണല്ലേ റിയാസെ നാട്ടിലെ എന്തെങ്കിലും? ആ ചോദ്യത്തിൽ പരിഹാസത്തിന്റെ ചൂടില്ലായിരുന്നു, പകരം അംഗീകാരത്തിന്റെ തണുപ്പുണ്ടായിരുന്നു. അന്ന് രാത്രി മഴ നനഞ്ഞ മണ്ണിന്റെ ഗന്ധം ശ്വസിച്ചു കിടക്കവേ റിയാസ് തിരിച്ചറിഞ്ഞു, തന്റെ ഉള്ളിലെ മണൽക്കാടിന്റെ മണം പൂർണ്ണമായി മാഞ്ഞിരിക്കുന്നു. അവൻ ശരിക്കും വീട്ടിലെത്തിയിരുന്നു.